പശ്ചിമഘട്ട മലനിരകളിൽ വീണ്ടും നീല വസന്തത്തിന് തുടക്കമാകുന്നു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് സർക്കാർ ഏറ്റെടുത്ത ചൊക്രമുടി ഉൾപ്പെടെ 5 പ്രമുഖ കേന്ദ്രങ്ങളാണ് ഇത്തവണ നീലക്കുറിഞ്ഞിയുടെ വിസ്മയത്തെ വരവേൽക്കാനായി ഒരുങ്ങുന്നത്. നീണ്ട 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നീലക്കുറിഞ്ഞി സീസൺ ആരംഭിക്കുമ്പോൾ വിനോദസഞ്ചാരികളുടെ തിരക്ക് നിയന്ത്രിക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനുമുള്ള വിപുലമായ ഒരുക്കങ്ങളിലാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം. പശ്ചിമഘട്ട മലനിരകൾ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന സ്ട്രോബിലാന്തസ് കുന്തിയാന ഇനത്തിൽപ്പെട്ട കുറിഞ്ഞിപ്പൂക്കളാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ മൂന്നാറിനെ നീലക്കടലാക്കി മാറ്റുക. ഇത്തവണ ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള 5 സ്വാഭാവിക പുൽമേടുകളിലാണ് പ്രധാനമായും കുറിഞ്ഞി വസന്തം വിരുന്നെത്തുന്നത്. ചൊക്രമുടി, മീശപ്പുലിമല, എടലിമേട്, സെവൻമല, ഗുണ്ടുമല എന്നിവിടങ്ങളിൽ ഇതിനോടകം തന്നെ കുറിഞ്ഞിച്ചെടികൾ പൂത്തുതുടങ്ങി. ഇത്തവണത്തെ കുറിഞ്ഞി സീസണിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്നത് പരിസ്ഥിതിലോല പ്രദേശമായ ചൊക്രമുടി മലനിരകളാണ്. മുൻവർഷങ്ങളിൽ റിസോർട്ട് മാഫിയകൾ കയ്യേറിയ 13 ഏക്കറിലധികം ഭൂമി ഇവിടെ സർക്കാർ തിരിച്ചുപിടിച്ചിരുന്നു. മനുഷ്യന്റെ കടന്നുകയറ്റമൊഴിഞ്ഞതോടെ പ്രകൃതി അതിന്റെ സ്വാഭാവികത വീണ്ടെടുത്തതിന്റെ അടയാളമാണ് ചൊക്രമുടിയിൽ ഇപ്പോൾ ദൃശ്യമാകുന്ന ഈ നീലവസന്തം. ചൊക്രമുടിക്ക് ചുറ്റും ജീവിക്കുന്ന മുതുവാൻ ആദിവാസി വിഭാഗത്തിന് തങ്ങളുടെ പവിത്രമായ മലനിരകൾ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിന്റെ പുണ്യനിമിഷം കൂടിയാണിത്. ഈ നീലക്കുറിഞ്ഞി പൂത്തു കഴിഞ്ഞാൽ ഒത്തിരി തേനീച്ചൊക്കെ വരും. തേനീച്ച പെരുന്തേന് മറ്റേ കാട്ടിയിലുള്ള ഈ പെട്ടിത്തേനൊക്കെ നേരെ ഇഷ്ടംപോലെ വരും. അങ്ങനെ വരുമ്പോൾ അവിടെ ഇഷ്ടംപോലെ തേൻ ഈ മേഖലയ്ക്കുണ്ടാകും. അങ്ങനെയാണ് വിശ്വാസം. കഴിഞ്ഞ വർഷം ഇച്ചിരി പൂ പൂത്തായിരുന്നു. അതിപ്പോൾ കള്ളം പൂത്തു പറയാം. ഒരു വർഷത്തിന് മുമ്പ് 1-2 ചെടി പൂത്ത പിറ്റേ വർഷം അത് നന്നായിട്ട് മൊത്തത്തിൽ പൂക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. കുറിഞ്ഞി സീസൺ പ്രമാണിച്ച് വൻതോതിലെത്തുന്ന സഞ്ചാരികളെ വരവേൽക്കാൻ ജില്ലാ ഭരണകൂടം ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ അടിയന്തര യോഗം കഴിഞ്ഞ ദിവസം ചേർന്നു. സന്ദർശകരുടെ തിരക്ക് നിയന്ത്രിക്കാനായി ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്താനാണ് തീരുമാനം. അമൃത ന്യൂസ്, ഇടുക്കി.